വാഗീശ്വരേട്ടാ, നമുക്ക് എല്ലാവരുടെ മുമ്പിൽ ഒരു സത്യം പറയാം. ഞാൻ പറഞ്ഞ് ശരിയാവില്ല മോന. അത് മായ തന്നെ അവണിയോട് പറയും. അപ്പൊ നിങ്ങക്ക് വയ്യ, സത്യം പറയില്ല, പക്ഷെ കുറ്റബോധം ഉണ്ട് അല്ലേ? വെല്ലച്ചൻ എല്ലാരോടും ദേഷ്യപ്പെടുവാണോ? അച്ഛന്റെ പുതിയ പ്ലാൻ ആയിരിക്കും. അതെ, എനിക്കാരും സഹായവും വേണ്ട, സഹതാപവും വേണ്ട. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്തൊരവസ്ഥയാണ്. അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിയല്ലേ? എനിക്ക് സത്യം പറയാൻ പറ്റില്ല മക്കളെ. എന്റെ സ്ഥിതി അതാ. അതെന്താ സത്യം പറയുന്ന സാധനം ഊരി വെച്ചേക്കാണോ? ഹാ, ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ. എന്റെ സത്യം പറയുന്ന സാധനം മാത്രമല്ല, എന്റെ ജീവനും മായ ഊരി വെക്കും. എനിക്ക് അതിനൊന്നും ഇനി വയ്യ. ഒരു കുടുംബം നഗർന്നിട്ട് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ? സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സന്തോഷിക്ക്. അച്ഛന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് പേടിയാവുക. അതിന്റെ ഉത്തരവാദി അങ്ങളും കൂടിയാ. അതങ്ങൾ മറക്കണ്ട. വാ. അത് ശരി, ഇതെല്ലാം കൂടി എന്റെ നിലയിലായപ്പോ ഞാൻ ചെയ്തു. തുണി ഇതൊക്കെ എവിടെ പോയി? ഇല്ലേ? എന്താ ചേച്ചി, എന്താ നോക്കുന്നേ? എടി, അലമാരിക്കകത്തിരുന്ന് എന്റെ തുണിയൊന്നും കാണുന്നില്ല. നീ എടുത്തായിരുന്നോ? എനിക്കെന്താ ചേച്ചിയുടെ ഡ്രസ്സ്? പിന്നെ ഇതൊക്കെ എവിടെ പോയി? നിന്റെയും പിള്ളേരുടെ ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. എന്റെ തുണി മാത്രം കാണുന്നില്ല. ഞാനൊക്കെ ഇവിടെ മടക്കി വെച്ചിരുന്നതാ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇനി മോഹനേട്ടൻ അങ്ങനെ എടുത്താണോ? അങ്ങേർക്ക് എന്തിനാ എന്റെ തുണി? അല്ല, മോഹനേട്ടൻ അടുത്ത് റൂമിൽ കൊണ്ടുവച്ചാണോ? അങ്ങേരെന്തിനാ എന്റെ തുണി എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുന്നത്? ആ, എനിക്കറിയോ, ഞാനൊരു സംശയം പറഞ്ഞതാ. അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇന്ന് അങ്ങേരുടെ അവസാനം. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇതിലെന്റെ തുണിയില്ല. പിന്നെ ആരെടുത്തിട്ട് പോയേ? നീ വന്നേ. ചേച്ചി, ചേച്ചിയുടെ തുണി. നിങ്ങൾ എന്തുവായി കാണിക്കുന്നത്? അയ്യോ, ഇത് അലക്കിയതായിരുന്നു. പിന്നെ അല്ലാതെ അലക്കി അലമാരിക്കകത്ത് മടക്കി വെച്ച തുണി എടുത്തോണ്ട് വേഷം കെട്ട്. ഒന്നുകൂടെ അലക്കണം, നല്ലതാ. കീടാണുക്കളൊക്കെ പോവും. കീടാണുക്കളാ? നിങ്ങൾക്ക് വല്ല ഭ്രാന്തമുണ്ടോ മനുഷ്യ? രണ്ടു തവണ അലക്കിയെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ആ കീടാനുവിന്റെ മക്കളൊക്കെ ഇതിൻ്റെ അകത്ത് പ്രസവിച്ച് കിടപ്പുണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴുകി പോയിട്ടുണ്ടാവും. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട വട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്തോ കൂടിയാനോ എന്തോണ്ടാ? ഒന്ന് രണ്ട് മൂന്ന് നാല്. നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാ? ഈ തുണി മുഴുവൻ കൂട്ടിയിട്ട് അലക്കി അതെല്ലാം കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് കളർ പിടിക്കില്ലേ? ഇതേ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ തുണികളാണ്. ഇതേ നന്നായിട്ട് കഴുകി ഉണക്കണം. അത് വെറുതെ ഉണക്കിയാൽ പോരാ, നല്ല സൂര്യപ്രകാശത്തിൽ തന്നെ ഇട്ട് ഉണക്കണം. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് വേണ്ടാന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അതാരും പറയാൻ വേണ്ട. ഇതൊക്കെ എന്ത് തരം വട്ടാണ്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. കഴുകി മടക്കി അലമാരിക്കകത്ത് വെച്ചിരുന്ന തുണിയാ ഇതേണ്ട എല്ലാം പെറുക്കിയിട്ട് അലക്കുന്നത്. അച്ഛൻ കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നതല്ലേ, ചെയ്തോട്ടെ. എല്ലാം എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? എടി മാളു, ചേട്ടന് സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണോ? എന്താ ചോദ്യം? സീരിയസ് ആണ്. സീരിയസ് ആയിട്ടാണെങ്കിൽ എന്തോ ഒരു പന്തികേട് തോന്നില്ല നിങ്ങക്ക്? ഉണ്ടോ? നിങ്ങൾ വാ.
മോഹനേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചേടാ ഇതുവരെ കഷ്ടമല്ല. ഞാൻ എന്താ നിന്റെ വരെ ട്യൂഷൻ മാസ്റ്ററാ ഇടക്കിടക്ക് ഒന്ന് സംശയം ചോദിക്കാൻ? ഞാൻ ചോദിക്കട്ടേന്നേ, ഇവിടെ ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ട് ഏട്ടൻ എന്തിനാ കല്ലുമേട്ട് അലക്കേ? അച്ഛ, അമ്മയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണെങ്കിലും ഇത് കുറച്ച് ഓവറായി. അതെ, ഈ വീട്ടിൽ വാഷിംഗ് മെഷീൻ മേടിച്ചു വെച്ചേക്കണത് ഞാനല്ലേ. എനിക്കറിയാം വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ടെന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ തുണിയെ ഞാൻ എൻ്റെ കൈ കൊണ്ട് കഴുകണതേ എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാ. അത് കുറച്ച് ഓവറാണെങ്കിലും ഞാൻ അതങ്ങ് സഹിച്ചു. നിങ്ങളെ കാര്യം നോക്കി പോയേ. പോ. ഇതെന്താ മോഹനേട്ടാ പുതിയ കല പരിപാടി? ആടാ നീ ഇവിടെ ഇരിക്കും, ഞാൻ നിനക്ക് ആദ്യം തൊട്ട് കഥ പറഞ്ഞുതരാം. വെളിച്ച വാണിയമ്മയുടെ ഡ്രസ് കഴുകിയിടുന്നതാ. എടി നിനക്ക് ഞാനേ ഒരു സൈക്കിളും ഒരു മൈക്ക് സെറ്റും തരാം, കുറച്ച് നോട്ടീസും. എന്നിട്ട് നാട് മൊത്തം എത്ര നീ വിളിച്ച് കൂവി പറ. ഒന്ന് പോയെല്ലാരും കൂടെ ഒന്നേക്കാണ്. ആ കഴുത്തത് ത്രിവേണിക്ക് എന്തെങ്കിലും തുണി അലക്കാനുണ്ടോ? എന്തെങ്കിലും തുണി അലക്കാനുണ്ടോന്ന്? ചേട്ടാ എന്റെ കുറച്ച് തുണിയുണ്ട്, അത് അലക്കി തരൂ. അത് നിന്റെ അച്ഛനോട് പോയി അലക്കാൻ പറ. അങ്ങനെ ഇപ്പൊ നല്ല ഫ്ലോയിൽ നിന്ന് അവിടെ അലക്കുന്നുണ്ട്, അങ്ങനെ അലക്കി തരും അവന്റെ തുണി. അബി നീ വാടാ, ഇതേ കുഞ്ഞമ്മയ്ക്ക് മാത്രമുള്ള ഓഫറാ, നമുക്കൊന്നുമില്ല അല്ലേ ഏട്ടാ? ആ അതെ. പോട്ടെ. ത്രിവേണി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ മതി കേട്ടോ. ദൈവമേ, ഏട്ടത്തിയുടെ തുണി ഏട്ടൻ അലക്കിയിടുന്ന. ഞാനൊന്ന് മാറി നിന്നപ്പോ എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്ന എന്റെ ദൈവങ്ങളെ. ഏട്ടാ ഞാൻ എന്തായിട്ടാ ഈ കാണുന്നേ? ഏട്ടത്തിയുടെ തുണി ഏട്ടൻ അലക്കിയിടുന്ന. എന്നാലും ഏട്ടൻ ഈ ഗതി വന്നല്ലോ. എന്ത്, ഞാൻ ഇവിടെ ആരെങ്കിലും കൊന്നിട്ടേക്കണ? എന്റെ ഭാര്യയുടെ തുണി ഞാൻ അലക്കിയിടണു, അതിനിപ്പോ എന്താ? ഇവര് വഴക്കൊക്കെ മാറി ഒന്നിച്ചോ? എന്നാലും ഏട്ടാ ഏട്ടൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഒരാത്മസുഖത്തിന്. ആത്മസുഖോ? തുണി അലക്കിയിടുമ്പോ എന്തോന്ന് ആത്മസുഖം? നിന്റെ കെട്ടിയോനെ, അതായത് എന്റെ അനിയൻ പ്രകാശൻ, എപ്പോഴെങ്കിലും നിനക്ക് ഒരു തുണി അലക്കി തന്നിട്ടുണ്ടാ? ഇല്ല. ഇല്ല. പോട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും വല്ലപ്പോഴൊരു കട്ടൻ ഇട്ട് തന്നിട്ടുണ്ടാ? അതുമില്ല. അതുമില്ല. എന്നാലേ ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും അവനോട് ചെയ്തു തരാൻ പറയണം. അപ്പൊ ഈ ആത്മസുഖം എന്താന്ന് അറിയാൻ പറ്റും. എന്നാ ഏട്ടാ ഏട്ടന്റെ പണി നടക്കട്ടെ. ഓ ഇങ്ങനെ മാറും ഒരാള്? അല്ലെങ്കിൽ തന്നെ അങ്ങേർക്ക് ഈ വീട്ടിലൊരു പുല്ല് വില പോലും അവര് കൊടുക്കുന്നില്ല. അതും പോരാഞ്ഞിട്ട് തുണി അലക്കാൻ പോയിരിക്കുന്നു. അയ്യേ. നീ ഇതെപ്പോന്ന്? എടി ഇവളുടെ ഡ്രസ് എങ്ങനെയുണ്ട്? ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഒരു ഡ്രസ് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാ എന്നെ അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ. നീ നിന്റെ സ്വന്തം വീട്ടിലെ അമ്മയുടെ കൂടെ വെക്കണേന് ഞാൻ എന്തിനാ ഡെയിലി വിളിച്ച് അന്വേഷിക്കണേ? ഡി നിനക്ക് എന്റെ കൂടെ വന്ന് നിന്നാലിതാ. എനിക്ക് ഇവിടെ വെക്കാനാ ഇഷ്ടം. നീയേ ഒരു കാര്യം ചെയ്യ്, പുറത്തു പോയി കളിക്ക്. എന്റെ അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോ പറയാമെങ്കിൽ പറഞ്ഞാ മതി. നിന്നോട് പുറത്തു പോയി കളിക്കാനല്ലേ പറഞ്ഞേ? പോ ചെല്ലേ. പ്രകാശ, ബെസ്റ്റ് വിഷസ്. ബാക്കി ഇടേ കാണാം. നീ എന്താടി ഇങ്ങനെ നോക്കണേ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി?
എന്തിനാ? പറയ്. 10 വർഷമായി. 10 വർഷം എന്നിട്ട് ഇന്നേ വരെ നിങ്ങൾ എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തന്നിട്ടുണ്ടോ? അല്ല, അതിന് നീ കട്ടൻ ചായ കുടിക്കില്ലല്ലോ. എന്നാ ഇന്നു മുതൽ ഞാൻ കുടിക്കും. നിങ്ങൾ എനിക്ക് ഇട്ട് തരണം. അത്രേ ഉള്ളൂ. ചായ അല്ലേ ഞാൻ ഇട്ടുതരാം. അത് മാത്രം പോരാ, എന്റെ തുണി മുഴുവൻ അലക്കിയിടണം. അല്ല, അത് വാഷിംഗ് മെഷീൻ ഇട്ടാ പോരെ? പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ അലക്കിടണം. കൈ കൊണ്ടല്ലോ. എന്തിന്? അപ്പൊ നിങ്ങൾക്ക് ഈ ആത്മസുഖമൊന്നും വേണ്ടേ? ഇല്ല, നിന്റെ തുണി അലക്കി എനിക്ക് എന്താ ആത്മസുഖം കിട്ടും? എന്റെ നടുവിട്ടു നല്ലത്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ആത്മസുഖം എനിക്ക് കിട്ടും. വേഗം എന്റെ ഡ്രസ്സൊക്കെ എടുക്ക്. ആർക്കൊന്നുമില്ല. ഡ്രസ് എടുക്ക. ആ വേഗം എടുക്ക്, മുഴുവൻ എടുക്ക് പ്രകാശ് ഏട്ടാ. തീരെ ഇതെന്തു? ആ അല്ല, ഇത് വാഷിംഗ് മെഷീൻ ഇട്ടാ പോരെ? അതൊന്നും പറ്റൂല, നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് എന്നെ അലക്കണം. എന്തിനാടി ഇത്ര നിർബന്ധം? എടുക്കന്നെ. അച്ഛനെ നാട് എടുത്താ പോതാ? ആ ചെലപ്പോ നാട് കടത്തും. എന്താ പ്രകാശ കാര്യം? എനിക്കറിയില്ല, എന്തോ ആത്മസുഖം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്ക്? എന്തായാലും എനിക്ക് കിട്ടില്ല. ആ എനിക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ഈ തുണി മുഴുവൻ അലക്കിയെടുത്തതിന് മുമ്പ് എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തരണം. തുണി അലക്കുന്ന കട്ടൻ ചായ ഇടുന്ന്? പ്രകാശ് എന്താ ശരിക്കും സംഭവം? ഇവൾക്ക് പ്രാന്ത്. ഭ്രാന്ത് നിങ്ങളുടെ. പോയി ആദ്യം കട്ടൻ ചായ ഇട്, എന്നിട്ട് അലക്കലിന് അങ്ങോട്ടേക്ക് വാ. എന്നാ പോയി കട്ടൻ ചായ ഇട്. ചേട്ടാ, ചേട്ടൻ ഏട്ടത്തിന്റെ തുണി വല്ലതും അലക്കിയിട്ടായിരുന്ന? ആ അലക്കിയിട്ട്. ചേട്ടന് വേറൊരു ഐഡിയയും കിട്ടിയില്ലേ? ഇതില് എന്താ ആത്മസുഖം കിട്ടണേ? നീ ചെന്ന് അലക്കി നോക്കണ, അപ്പൊ കിട്ടും കുറച്ച് ആത്മസുഖം. ചേട്ടാ, ഒറ്റ ഒരുത്തം കാരണം എനിക്ക് ഈ പണി മൊത്തം കിട്ടിയ. അല്ല ചേട്ടാ, ഈ അലക്കല്ല എവിടെയായിരുന്നേ? അത് ഇവിടുന്ന് നേരെ പോയൊരു ജംഗ്ഷൻ കാണും, അവിടുന്ന് ലെഫ്റ്റ് തിരിയണം. അവിടെ ആരോട് വെച്ചാലും പറഞ്ഞു തരും. എല്ലാത്തിനെയും വാരിയിട്ട് അലക്കും. നിങ്ങൾ ഇവിടെ നിൽക്കണ, പോയി കട്ടൻ ചായ ഇട്. എടി, ഇത് കണ്ടിട്ട് നിനക്ക് എന്ത് സുഖം കിട്ടണേ? അതൊക്കെ കിട്ടിക്കോളൂ, നിങ്ങൾ അലക്കാൻ നോക്ക്. അല്ല, ഈ വെയിലത്ത് കട്ടൻ ചായ കൊണ്ടിരിക്കുന്ന തലക്കോളാ. അതെ, നിങ്ങൾ സംസാരം നിർത്തിയിട്ട് അലക്കാൻ നോക്ക്. ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ. അതും കഴിഞ്ഞ് നമ്മുടെ റൂം മൊത്തം തുടച്ചിടണം. എടി, ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്യണേ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, പറഞ്ഞ പണി എടുത്താ മതി. എന്താ പ്രകാശ, ഇതും കൂടി അലക്കിക്കോ. ദേവു, നീയും? ഏതായാലും അമ്മേന്റെ ഡ്രസ് അലക്കുന്നല്ലേ, അതിന്റെ കൂടെ എന്റെയും ഡ്രസ് അലക്കിക്കോ. കളറ് പോവാതെ അലക്കണം. ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്, നല്ലതാ കുഞ്ഞിന്റെ ആരോഗ്യത്തിന്. അത് ശരി, വാവയ്ക്കുള്ളൂ ഫ്രൂട്ട്സ്, ഞങ്ങൾക്കില്ലേ? പിന്നെ നിങ്ങളും കഴിക്കി, ആരോഗ്യം വെക്കട്ടെ. നിങ്ങളും എന്നെ മക്കളല്ലേ? അങ്ങനെ പറ. ത്രിവേണി, ഇത് കുങ്കുമപ്പൂവാണ്. ധാവണിക്ക് പാലിലേക്ക് ഇറക്കി കൊടുക്കണം. ഇത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനും കുഞ്ഞിനെല്ലാം നിറം വെക്കാനൊക്കെ നല്ലതാ. കുങ്കുമപ്പൂ നിങ്ങൾക്കില്ല കേട്ടോ, വാവക്ക് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായി. ഇടക്കൊക്കെ ഒന്ന് ചിരിക്കാം. ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന കുഞ്ഞിനെങ്ങനെ സന്തോഷം ഉണ്ടാവാനാ?
ത്രിവേണി, മക്കളെ, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഏട്ടൻ എന്തൊരു മാറ്റാണല്ലേ, പാവേട്ടൻ. എന്തോന്ന് പാവം? നീയും അങ്ങേരും കൂടി ഇവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടടി? പാവം പറയാൻ വന്നിരിക്കുന്നു. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. ഏട്ടത്തി ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? നിങ്ങളെ ഇപ്പൊ എങ്ങനെ കാണുമ്പോ മനസ്സിന് നല്ല സന്തോഷം. ഞങ്ങളോട് സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ഇവരെ തിരിപ്പിക്കാനുള്ള പരിപാടി വെക്കാനല്ലേ? എന്താ ത്രിവേണി ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഏട്ടത്തി, നിങ്ങൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് കോംപ്രമൈസ് ആവുന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഞങ്ങൾ കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ പല പ്രശ്നവും ഉണ്ടാവും. അതിൽ നീ എന്താ ഇത്ര ചിന്തിക്കാനിരിക്കുന്നത്? ഞാനേ വെറുതെ ഇരിക്കുമ്പോ ഓരോന്ന് ചിന്തിച്ചതാ. ഒരുപാട് നേരം വെറുതെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് വല്ല അടുക്കള കയറി വല്ല പണിയുണ്ടെങ്കിൽ ചെയ്തു തീർക്കാൻ നോക്ക്. ചേച്ചി കുങ്കുമപ്പൂ എല്ലാം കൂടി കുത്തിയിരുന്ന് കലക്കി കുടിക്ക്. കുറച്ച് ദൈവക്കും കൂടെ കൊടുക്ക്. ആ മനസ്സിലെ ദുഷിപ്പങ്ങ് പോട്ടെ. അപ്പൊ ഇത് തികയാതെ വരും. ഈശ്വര, ഇവരിത് എങ്ങോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? മേലോട്ടേക്ക്. അതല്ലടാ, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞതാ. അച്ഛൻ ശരിയാകുമ്പോ അമ്മ ഉടക്കും, അമ്മ ശരിയാകുമ്പോ അച്ഛൻ ഉടക്കും. ഇതെന്തൊരു കഷ്ടമാണ്. അപ്പൊ ഇവരിപ്പോഴും ഉടക്കാണല്ലേ, ഒന്നിച്ചില്ലല്ലേ? അത് പറഞ്ഞപ്പോ ചേച്ചിക്ക് എന്തൊരു സന്തോഷം. സന്തോഷോ? എനിക്കോ? എനിക്കെന്തിനാ ത്രിവേണി സന്തോഷം? ഞാൻ സങ്കടത്തോടെയല്ലേ പറഞ്ഞത്. അല്ല, ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം എനിക്ക് കാരണമൊന്നും അറിയണ്ട. ഇപ്പൊ മിണ്ടിയില്ലേ, അത് മതി. പക്ഷെ ഇനി എന്നോട് മിണ്ടാതിരിക്കരുത്. ഏട്ടാ, ഏട്ടാ, എന്താ എന്തു പറ്റി? കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ഞാൻ വെറുതെ ഇരുന്നപ്പോഴേ പണ്ടത്തെ ഞങ്ങളുടെ കാലം കളിച്ചു പോയതാ. എന്ത് സന്തോഷമായിരുന്നു ഞാനും ആവണി. അതിന് അന്ന് ഏട്ടത്തിയെ ജോലിക്ക് വിടാതെ ചതിക്കായിരുന്നെന്ന് ഏട്ടത്തിക്ക് അറിയില്ലല്ലോ. എന്നാ ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ഏട്ടത്തിക്ക് ഇപ്പൊ എല്ലാം അറിയാം. അതോടെ ഏട്ടന്റെ സന്തോഷവും പോയി. ശരി അഞ്ജു, ഞാൻ അവളെ ചതിച്ചതാണ്. പക്ഷെ അതിനൊക്കെ പ്രായച്ചിത്തം ചെയ്യേണ്ട സമയമാണിപ്പോ. ഏട്ടനിപ്പൊ എന്തൊക്കെ ചെയ്തിട്ടെന്താ? ഏട്ടത്തി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ആവണി ആവശ്യത്തിന് സമയം എടുത്തോട്ടെ. പക്ഷെ ഞാൻ അവണിനെ കയറിയതുകൊണ്ടിരിക്കും. ഇനിയുള്ള കാലം ഞാൻ അവളെ കെയർ ചെയ്തേ പറ്റൂ. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്ന എൻ്റെ മനസ്സ് പറയുന്നത്. നല്ല കാര്യമാണ്. ഏട്ടൻ എത്ര കാലം വെച്ചിട്ടാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക? ഏട്ടൻ സന്തോഷത്തോടെ ജീവിക്കുക. ഏട്ടൻ പറഞ്ഞ പോലെ കുഞ്ഞു വന്നു കഴിഞ്ഞാ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ തീരും.
ഇവിടെ നടക്കുന്നേ? ഇതൊന്നും കണ്ടും കേട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. മാഡം പുതിയ പണി എന്ത് തരാന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരിക്കല്ലേ? അതൊന്നും അല്ല പ്രകാശേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, എന്ത് പണി എടുക്കണം ഞാൻ റെഡിയാ. അതെ, എനിക്കിവിടെ നിൽക്കാനൊരു മൂഡില്ല. മൂടാ മൂടെ അവിടെ പോയി. പ്രകാശേട്ടാ, നമുക്കിവിടുന്ന് മാറി താമസിച്ചാലോ? എന്തിന്? ആ, ഞാനും പ്രകാശേട്ടനും പിന്നെ ദേവും നമുക്കൊരു ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് മാറി താമസിക്കാം. ഓഹോ, ഇത് സംസാരിക്കാനാണ് നിന്റെ അമ്മ 3-4 ദിവസം നിന്നെ പിടിച്ചിരുത്തി അല്ലേ? ദേ, അനാവശ്യം പറയരുത്. ഞാൻ പറയും. അല്ല, നിനക്കിപ്പോ ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി? പ്രകാശേട്ടാ, ഇനിയിപ്പോ ഇവിടെ ഒരു കുട്ടി വരും, പിന്നെ അതിനെ കൊഞ്ചിക്കലും ലാളിക്കലും ഒക്കെ ആയിരിക്കും. അതോടെ ഏട്ടനും ഏട്ടത്തെയും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരും. അവര് പിന്നെ ഒന്നിക്കുകയും ചെയ്യും. ഓ, അതൊന്നും നിനക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലായിരിക്കും. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു പുച്ഛം? അതെ, ഇതൊന്നും എനിക്ക് കണ്ടും കേട്ടും നിൽക്കാൻ പറ്റൂല. എനിക്കിനി പ്രസവിക്കാൻ പറ്റൂലല്ലോ. എടി, നിന്നോട് 100 വട്ടം പിന്നാലെ നടന്ന് പറഞ്ഞല്ലേ നിർത്തല്ലേ നിർത്തല്ലേ എന്ന് പ്രസവം. നീ ഇത് കേട്ടില്ലല്ലോ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. തൽക്കാലേ ഇവിടെ നിന്ന് ആരും മാറി താമസിക്കാൻ പോകണ്ട. മാറി താമസിക്കാനാ? എന്റെ അമ്മയ്ക്കേ ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പുതിയ വട്ടായിട്ട് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വേറെ വീട്ടിൽ പോയി താമസിക്കണേ, താമസിച്ചോട്ടെ, അതിനെന്താ? ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കടി. അപ്പൊ നിനക്ക് മാറി താമസിക്കണോ? അമ്മയ്ക്കല്ലേ മാറി താമസിക്കേണ്ടത്. അപ്പൊ അമ്മ പോട്ടെ, ഞാൻ എങ്ങോട്ടും ഇല്ല. എനിക്ക് ആകെ സന്തോഷാവുന്നത് ഇവിടെ ഇല്ലാവരോട് സംസാരിക്കുമ്പോഴാ. അതില്ലാതാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. ചെവി തുറന്ന് കേക്കടി. ആ കുഞ്ഞിലുള്ള പാതി പദം നിനക്കുണ്ടാ. നിനക്ക് മാറി താമസിക്കണമെങ്കിൽ നീ അങ്ങ് മാറി താമസിച്ചോ. ഞാനും എന്റെ മോളെ എങ്ങോട്ടും ഇല്ല. പ്രകാശം പറഞ്ഞാ കേട്ടല്ലോ, ഞാനും പ്രകാശനും എങ്ങോട്ടും ഇല്ല. അമ്മ വയ്ക്കോ? പ്രസവം നിർത്തണ്ടായിരുന്നു.